ഒരു 300 കോടി രൂപ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യും. $40 മില്യൺ അഥവാ 330 കോടി രൂപയാണ് ഒരു റിട്ടേൺ ഫൈറ്റിനായി കബീബിന് ഓഫർ വന്നത്. ഈ വിവരം വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, കബീബിൻ്റെ ഫ്രണ്ടും ടീംമേറ്റും അതിലുപരി ഫോമർ UFC ചാമ്പ്യനുമായ ഡാനിയൽ കോർമിയറാണ്. ഈ അടുത്തുണ്ടായ ഒരു ഇൻ്റർവ്യൂവിൽ കോർമിയർ പറഞ്ഞത് 40 മില്യൺ ഓഫർ കബീബ് റിജക്റ്റ് ചെയ്തു എന്നാണ്. ഈ വിവരം കോർമിയറിനോട് പറഞ്ഞത് മറ്റാരുമല്ല, കബീബ് തന്നെയാണ്. 2020 അവസാനമായി കബീബിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് കണ്ടത്. ജസ്റ്റിൻ ഗേജിയക്കെതിരെയുള്ള വിജയത്തിന് ശേഷമാണ് കബീബ് റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തത്. താൻ തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ്, അതിലുപരി തൻ്റെ അച്ഛൻ്റെ സാന്നിധ്യമില്ലാതെ തനിക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുമാണ് കബീബ് അന്ന് പറഞ്ഞു വെച്ചത്. ഇതിന് ശേഷം കബീബ് കുറേ ഫൈറ്റുകളിൽ കോർണർ ചെയ്തുവെങ്കിലും ഈയിടെയായി കബീബിനെ കോർണറിലും കാണാനില്ല. അതെന്തുകൊണ്ടാണ് എന്നും കോർമിയർ പറഞ്ഞു. കബീബ് പറയുന്നത് പ്രകാരം കബീബ് ഒരു ഫൈറ്ററെ കോർണർ ചെയ്താൽ ആ ഇവന്റിലെ സ്പോട്ട്ലൈറ്റ് മുഴുവൻ കബീബിൻ്റെ മേലായിരിക്കും. ഇതുമൂലം ഫൈറ്ററിന് വേണ്ട പരിഗണന കിട്ടില്ല എന്നാണ് കബീബ് പറഞ്ഞു വെച്ചത്. അതായത് കബീബിൻ്റെ സ്റ്റാർ പവർ മൂലം ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റർ ഓവർഷാഡോ ആയി പോകുന്നു എന്നൊരു പേടി കബീബിനുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മക്കാച്ചേവിൻ്റെ കഴിഞ്ഞ ഫൈറ്റിൽ കബീബിനെ കോർണറിൽ നമ്മൾ കാണാതിരുന്നത്. $40 മില്യൺ അഥവാ 330 കോടി എന്ന ഭീമമായ തുക ഓഫർ ചെയ്തിട്ട് കൂടി കബീബ് റിട്ടേണിന് തയ്യാറായില്ലെങ്കിൽ ഇനി പൈസ കൊടുത്ത് കബീബിനെ ഫൈറ്റ് ചെയ്യിക്കാൻ കഴിയില്ല എന്നാണ് കോർമിയർ പറയുന്നത്. ഈ അടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, കോണർ വേഴ്സസ് കബീബ് ഫൈറ്റ് ഇനി കാണാൻ കഴിയുമോ എന്ന്. ഈ ഒരു ന്യൂസ് വന്നതിൽ പിന്നെ പണം കാണിച്ച് കബീബിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. ഇനി കബീബ് റിട്ടേൺ ചെയ്യണമെങ്കിൽ കബീബ് തന്നെ തീരുമാനിക്കണം. വീണ്ടും ഒരു കബീബ് ഫൈറ്റ് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?